Dear friends, once again welcome back to ARAJU Info Plus YouTube channel. Present topic is classification of contracts. Contract may be several types: unilateral contracts and bilateral contracts, express contract and implied contracts, express contract and implied contracts, executed contract and executory contracts. These are the common classification of contracts. First of all, unilateral contract. What is unilateral contract? When the performance of the contract is to be done by only one of the parties, then it is called unilateral contract. കരാർ നിർവഹണം പാർട്ടികളിൽ ഒരാൾ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത്തരം കോൺട്രാക്റ്റുകൾക്കാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കരാറിൽ രണ്ട് പാർട്ടികൾ ഉണ്ടായിരിക്കും. കരാർ നിർവഹണം രണ്ടുപേരും നടത്തണം എന്നതാണ് കരാറിൻ്റെ വാലിഡിറ്റിക്ക് വേണ്ടിയുള്ള ഒരു നിബന്ധന. എന്നാൽ ഇത്തരം കോൺട്രാക്റ്റുകളിൽ കരാർ നിർവഹണം ഒരാൾ നടത്തിയാൽ മതിയാകും. അത്തരം കരാറുകൾക്കാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, A does some work to B in June. B agrees to pay ₹100 to A in July for the work done. This is a unilateral contract. A ജൂൺ മാസത്തിൽ ബിക്ക് വേണ്ടി എന്തോ ഒരു വർക്ക് ചെയ്തു. അതിന് പാരിതോഷികം എന്നോണം ജൂലൈ മാസത്തിൽ ബി എക്ക് ഒരു ₹100 നൽകാമെന്ന് ഓഫർ ചെയ്യുകയാണ്. ഇവിടെ ബി മാത്രമാണ് കരാർ നിർവഹണം നടത്തേണ്ടത്. സോ ഇത്തരം കോൺട്രാക്റ്റുകൾക്ക് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. എയുടെ കരാർ നിർവഹണം, എയുടെ വർക്ക് ഓൾറെഡി ജൂൺ മാസത്തിൽ കഴിഞ്ഞതാണ്. ഇവിടെ കരാർ നിർവഹണം നടത്തേണ്ടത് ബി മാത്രമാണ്. സോ ഇത്തരം കോൺട്രാക്റ്റുകൾക്കാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. What is bilateral contract? When performance of the contract is to be done by both the parties, it is called bilateral contract. സാധാരണ നമ്മൾ ഏർപ്പെടാറുള്ള കരാർ പോലെ, A sells his watch to B for ₹100. A is to sell the watch and B is to pay the money to A. രണ്ടുപേരും കരാർ നിർവഹണം നടത്തണം. A തൻ്റെ വാച്ച് ബിക്ക് വിൽക്കണം, ബി അതിനുള്ള പണം എക്ക് കൊടുക്കണം. സോ രണ്ടുപേരും കരാർ നിർവഹിക്കണം. അത്തരം കോൺട്രാക്റ്റുകൾക്കാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്. എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഈസ് വൺ വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ്. പലപ്പോഴും പറയാറുള്ളത് പോലെ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ് എന്നാണ്. ഓക്കെ, വാക്കാലുള്ളതോ എഴുതപ്പെട്ടതോ ആയ രൂപത്തിലുള്ള കോൺട്രാക്റ്റുകൾ. എന്നാൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ വിച്ച് ഈസ് ഇൻഫേർഡ് ഫ്രം ദ കണ്ടക്റ്റ് ഓഫ് ദ പാർട്ടീസ്. കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഉണ്ടായതാണ് കരാർ. അത്തരം കരാറുകൾക്കാണ് ഇംപ്ലൈഡ് ഓർ ടൈസിറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ടൈസിറ്റ് കോൺട്രാക്റ്റ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൻ്റെ മറ്റൊരു പേരാണ്. ഉദാഹരണത്തിന്, പാസഞ്ചേഴ്സ് ഗെറ്റിംഗ് ഇൻ ടു ബസ്സസ് ആൻഡ് ടേക്കിംഗ് ടിക്കറ്റ്സ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റിന് ഉദാഹരണമാണ്. യാത്രക്കാർ ബസ്സിൽ കയറുന്നതും ടിക്കറ്റ് എടുക്കുന്നതുമൊക്കെ, ബസ്സിൽ കയറിയാൽ അവർ നിർബന്ധമായിട്ടും ടിക്കറ്റ് എടുക്കണം. കാരണം അവർ ഓഫർ ആക്സെപ്റ്റ് ചെയ്തതാണ്. അവിടെ ഓഫർ ഇംപ്ലൈഡ് ഓഫറാണ്. സോ അവിടെ ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, the next is executed contract. Executed contract is one in which both the parties have performed their respective promises. Executed contract is one in which both the parties have performed their respective promises. ഓരോ പാർട്ടിയും അവരവരുടെ ഡ്യൂട്ടി, കാര്യനിർവഹണം നടത്തിയിട്ടുണ്ട്.
ഞാൻ നിങ്ങൾക്ക് പേന തന്നിട്ടുണ്ട്, നിങ്ങൾ 10 രൂപ എനിക്ക് തന്നിട്ടുണ്ട്. ഓവർ. ട്രാൻസാക്ഷൻ ഈസ് ഓവർ. എഗ്രിമെൻ്റ് ഈസ് ഓൾറെഡി ഡൺ. പെർഫോംഡ് ബൈ ബോത്ത് ഓഫ് ദ പാർട്ടീസ്. അത്തരം കരാറുകൾക്കാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, പേര് സൂചിപ്പിക്കുന്നത് പോലെ എക്സിക്യൂട്ടഡ് ഓൾറെഡി നടത്തിക്കഴിഞ്ഞ കോൺട്രാക്റ്റിനാണ്, കാര്യനിർവഹണം സാധിച്ചു കഴിഞ്ഞ കോൺട്രാക്റ്റിനാണ്, കരാറുകൾക്കാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്? എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് ഈസ് വൺ in which the parties have to perform the promises after the date of contract. After the date of contract. കരാർ നിർവഹണം നടന്നിട്ടില്ല, ഭാവിയിൽ നടക്കാനിരിക്കുന്നേ ഉള്ളൂ, അത്തരം കോൺട്രാക്റ്റുകളാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് സെപ്റ്റംബർ 11 നിങ്ങളുമായിട്ടൊരു കരാറുണ്ടാക്കി. എൻ്റെ വാച്ച് നിങ്ങൾക്ക് വിൽക്കുമെന്ന് പറഞ്ഞു ഒക്ടോബർ 1. ഈ കോൺട്രാക്റ്റ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിന് ഉദാഹരണമാണ്. ഒക്ടോബർ 1 നിങ്ങളെനിക്ക് പണം തരണം, ഞാൻ നിങ്ങൾക്ക് വാച്ച് നൽകണം. സോ അത്തരം കോൺട്രാക്റ്റുകൾക്കാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് yet to be performed. Okay, clear? That is executory contract. അക്കോർഡിംഗ് ടു എൻഫോഴ്സബിലിറ്റി, കോൺട്രാക്റ്റ് വീണ്ടും 3 തരംതിരിക്കാവുന്നതാണ്. വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിബന്ധനകളും ഒത്ത കോൺട്രാക്റ്റാണ് വാലിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിബന്ധനകൾ ഏതെങ്കിലും ഭംഗം വന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ എസെൻഷ്യൽസ് കണ്ടീഷനിൽ 8 പറഞ്ഞല്ലോ, അതിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡാണ്. അതേപോലെ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അനുചിത സ്വാധീനം മൂലമോ മറ്റ് അവസ്ഥകൾ, ഭീഷണിയുടെ പേരിലോ ഉണ്ടാക്കപ്പെട്ട കരാറുകൾ. അത്തരം കരാറുകൾ പിന്നീട് ഭാവിയിൽ അത് വോയിഡായേക്കാം. അത്തരം കോൺട്രാക്റ്റുകളാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൂടെ കൂട്ടി വായിക്കുക. ജനറൽ ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതാണ്, പെർഫോമൻസ് ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, ലീഗലിറ്റി ബേസ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയും ക്ലാസിഫിക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഈ കാര്യങ്ങൾ ലീഗലിറ്റി ബേസ് ആയിട്ടുള്ള, എൻഫോഴ്സബിലിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വിശദമായി ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ചേർത്ത് വായിക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റാണ്. പൊതുവെ നൽകാറുള്ള ക്ലാസിഫിക്കേഷനാണ് നൽകിയിരിക്കുന്നത്. ഏത് വിധേന വേണമെങ്കിലും കോൺട്രാക്റ്റുകളെ ക്ലാസിഫൈ നടത്താൻ സാധിക്കും. ജനറൽ ക്ലാസിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകിയത്. ലെറ്റ് us see again with another topic in another video. Thank you for all. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.